1000 പേർ പഠിക്കാൻ തുടങ്ങും, പക്ഷേ അവസാനം വരെ സ്ഥിരതയോടെ പഠിക്കുന്നവർ വളരെ കുറവാണ്. വിജയവും പരാജയവും പലപ്പോഴും തീരുമാനിക്കുന്നത് കഴിവല്ല, കൺസിസ്റ്റൻസിയാണ്. ഒരു ദിവസം 10 മണിക്കൂർ പഠിക്കുന്നതല്ല പ്രധാനം, എല്ലാ ദിവസവും മുടങ്ങാതെ പഠിക്കുന്നതാണ് യഥാർത്ഥ വിജയം. ക്ഷീണം വരാം, മടുപ്പ് തോന്നാം, ചില ദിവസങ്ങളിൽ ഒന്നും മുന്നോട്ട് പോകുന്നില്ലെന്ന് പോലും തോന്നാം. പക്ഷേ അപ്പോഴും പഠനം നിർത്താതെ തന്നെ മുന്നോട്ട് പോകുന്നവരാണ് അവസാനം ഈ ലക്ഷ്യത്തിൽ എത്തിച്ചേരുന്നത്. ഓർക്കുക, പരിശ്രമം ഒരിക്കലും പാഴാകില്ല. സ്ഥിരതയോടുള്ള പരിശ്രമം തീർച്ചയായും വിജയത്തിലേക്ക് നിങ്ങളെ എത്തിക്കും. ഇന്ന് തന്നെ തുടങ്ങും, നാളെ വീണ്ടും തുടരും. ഒരു ദിവസം ആ റാങ്ക് ലിസ്റ്റിൽ നിങ്ങളുടെ പേരും ഉണ്ടാകും. ആദ്യമേ പറയാൻ കഴിയുന്നത് നമുക്കൊരു ഫിനാൻഷ്യൽ ഫ്രീഡം തന്നെയാണ്. എന്ത് കാര്യത്തിനും അതൊരു ബേസ് തന്നെയാണ്. പിന്നെ തീരുമാനങ്ങളൊക്കെ ഹസ്ബൻഡിനോടൊപ്പം നിന്ന് നമുക്ക് അദ്ദേഹത്തിനൊരു താങ്ങ് കൊടുക്കാൻ കഴിയുന്നുണ്ട്. പാഠ്യപദ്ധതി തന്നെ എവിടെന്നെങ്കിലും ഒന്ന് കടമെടുത്തിട്ടുള്ളതല്ല. നമ്മുടെ കുട്ടി വേൾഡിലെ എവിടെ ചെന്നാലും മികച്ച രീതിയിലുള്ളൊരു ജീവിത നിലവാരം കാഴ്ചവെക്കുക. ഞാനിന്നുള്ളത് എൻ്റെ ഒരു പഴയ സ്റ്റുഡൻറ്റിനെ ഒരു യാത്രക്കിടയ്ക്ക് കണ്ടു. അപ്പോൾ വൈകുന്നേരങ്ങളിൽ ഞങ്ങൾ രണ്ടുപേരും കൂടി ഒരു ചായ കുടിക്കാൻ ഇറങ്ങിയപ്പം ഞങ്ങൾ സിക്ക് വേണ്ടി ഒരു വീഡിയോ എടുക്കുന്നു. ഇത് നമ്മുടെ പ്രിയങ്ക ടീച്ചറാണ്. കഴിഞ്ഞ 4 വർഷം മുമ്പ് നടന്ന മീറ്റപ്പിലൊക്കെ നിങ്ങൾ കണ്ടു കാണും. ടീച്ചറിന്റെ വീഡിയോ ആക്ച്വലി കുറച്ച് വൈറലും ആയിരുന്നു ഇല്ലേ? എങ്ങനെയുണ്ട്? സുഖമായിട്ടിരിക്കുന്നു? സുഖമായിട്ടിരിക്കുന്നു. ഇപ്പോഴത്തെ വിശേഷങ്ങൾ പറയൂ. ഇപ്പോഴത്തെ വിശേഷങ്ങൾ ഒത്തിരി പേര് വീഡിയോയിലൂടെ അറിയാൻ കഴിഞ്ഞു. ജോലിയിലൂടെ വന്ന മാറ്റം എന്ന് പറയുന്നത് ഒരുപാട് പേർക്ക്, ഞങ്ങളുടെ നാട്ടിലുള്ള കുഞ്ഞുങ്ങൾക്കൊക്കെ ഒരു പ്രചോദനമാണ്. കുട്ടികളൊക്കെ ഇപ്പോൾ ഗവൺമെന്റ് ജോലി എന്നൊരു ഫീൽഡിലേക്ക് വരുന്നുണ്ട്. അപ്പൊ അവർക്കൊക്കെ ഇത് എങ്ങനെ ഞാൻ നേടിയെടുത്തു എന്നുള്ള, അവർക്ക് പോകേണ്ട വഴികളെ കുറിച്ച് അത്യാവശ്യം കാര്യങ്ങൾ എനിക്കറിയാന്നുള്ളത്. താമസിച്ചുകൊണ്ടിരുന്നത് ഇപ്പോഴും അവിടെ തന്നെയാണ്? വീട് അവിടെ തന്നെയാണ്? ഇപ്പോഴും അവിടെ തന്നെയാണ്. തിരുവനന്തപുരം ജില്ലയില് പ്രോപ്പർ പ്ലേസ് എന്ന് പറയുന്നത് കരുമടം. ഓക്കെ. അപ്പം അവിടെ നിന്ന് ആ ഒരു സ്ഥലത്തു നിന്നുള്ള ആദ്യത്തെ സർക്കാർ ടീച്ചർ തന്നെയാണ് ഈ പ്രിയങ്ക എന്ന് പറയുന്നത്. അപ്പൊ പ്രിയങ്ക ഒരു യാത്രക്കിടയിൽ കണ്ടതാണ്. പ്രിയങ്ക 4 വർഷമായി സർവീസിൽ കയറിയിട്ട്. വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ? ഇല്ല. അല്ലേ? ഈ 4 വർഷം എന്തൊക്കെ മാറ്റങ്ങളാണ് ലൈഫിൽ ഉണ്ടായത്? ശരിക്കും ജീവിതത്തിൽ വലിയൊരു മാറ്റം തന്നെയാണ്. ആദ്യമേ പറയാൻ കഴിയുന്നത് നമുക്കൊരു ഫിനാൻഷ്യൽ ഫ്രീഡം തന്നെയാണ്. എന്ത് കാര്യത്തിനും അതൊരു ബേസ് തന്നെയാണ്. പിന്നെ തീരുമാനങ്ങളൊക്കെ ഹസ്ബൻഡിനോടൊപ്പം നിന്ന് നമുക്ക് അദ്ദേഹത്തിനൊരു താങ്ങ് കൊടുക്കാൻ കഴിയുന്നുണ്ട്. പിന്നെ കുടുംബത്തെ ചേർത്ത് നിർത്താൻ കഴിയുന്നുണ്ട്. എല്ലാ കാര്യങ്ങളിലും കൃത്യമായി നമുക്ക് ഒരിടത്തും ഒരു ഫുൾ സ്റ്റോപ്പ്. മുമ്പ് എനിക്ക് എന്ത് ചെയ്യണം എന്ന് ആലോചിക്കുമ്പോൾ 1000 ചിന്തകളാണ്. ഇതെങ്ങനെ നടത്തിക്കൊണ്ടു പോകും, എങ്ങനെ ചെയ്യും. ഇപ്പൊ അങ്ങനെ ഒരു അവസ്ഥയില്ല. അതെ, കോൺഫിഡന്റ് ആയിട്ട് എല്ലാ കാര്യങ്ങളെയും, കുഞ്ഞുങ്ങളുടെ കാര്യമായാലും കുടുംബത്തിലെ കാര്യങ്ങളായാലും വളരെ കോൺഫിഡന്റോട് കൂടി ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ജോലി എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടന്റ് ആണല്ലേ? അതെ അതെ, പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് ഒരു വരുമാന മാർഗം എന്ന് പറയുന്നത്. അത് സർക്കാരായിക്കോട്ടെ എന്തായിക്കോട്ടെ, ഒരു ജോലി എന്നുള്ള ഒരു കാര്യം നമ്മൾ വീണ്ടും വീണ്ടും ഇതേപോലുള്ള വീഡിയോസ് നിങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നതിന്റെ പ്രധാന ലക്ഷ്യം ജോലിയുടെ അത് നിങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. അപ്പൊ കാരണം ഈ വീഡിയോസ് കാണുന്ന പലരുമുണ്ട്, പല ഏജിലുള്ളവരുണ്ടായിരിക്കും. എനിക്ക് തോന്നുന്നു ഒരു 30s അല്ലേ? അതെ, ഞാൻ എന്റെ 32ാമത്തെ വയസ്സിലാണ് സർവീസിൽ കയറുന്നത്. ഞാനും ഇതുപോലുള്ള വീഡിയോകൾ തന്നെയായിരുന്നു, ഒരു വീട്ടമ്മയായിരുന്നു എനിക്ക് പ്രചോദനം നൽകിയത്. അതിന്റെ ഒരു കടപ്പാട് എന്ന് സിയോടുണ്ട്. ആ സമയത്ത് ഞാൻ തളർന്നിരുന്ന സമയത്ത് തന്നെയാണ് ഞാൻ ആ വീഡിയോസ് ഒക്കെ കണ്ടതും. ഒരിക്കലും ഏജ് എന്ന് പറയുന്ന ഒരു നമ്പർ മാത്രമാണ്. നമ്മൾ ആ എത്തിപ്പെടുന്ന സമയത്ത് കൃത്യമായി അതിനു വേണ്ടി കഠിനാധ്വാനം ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ നമ്മുടെ ആ അധ്വാനത്തിനുള്ള ഫലം തീർച്ചയായിട്ടും കിട്ടും. അപ്പൊ ഇന്നത്തെ നിങ്ങളൊരു 4 വർഷം മുമ്പ് നിങ്ങളൊരു ലിസ്റ്റിൽ പ്രവേശിച്ചുള്ള ഒരു സിനാരിയോ അല്ല ശരിക്കും ഇന്നുള്ളത്. ഇന്നിപ്പം കുറച്ചും കൂടെ കോമ്പറ്റീഷൻ ഹൈ ആയി, അതിൻ്റെതായ പ്രഷർ കുട്ടികൾക്കുണ്ട്. അതോടൊപ്പം തന്നെ ഒരു LPSAയിലൊക്കെ ആണെങ്കിലും കുട്ടികൾ നിയമനം പ്രതീക്ഷിച്ച പോലെ നടക്കുന്നില്ല. ഈ ഒരു സമയത്തൊക്കെ കുട്ടികളോട് എന്താ പറയാനുള്ളത്? നമുക്ക് സർക്കാർ സർവീസിൽ ഏതൊരു ലിസ്റ്റ് എടുത്താലും ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രോബ്ലംസ് ഫേസ് ചെയ്യാതെ കടന്നു പോയിട്ടില്ല. അപ്പൊ അതൊന്നും അല്ല അതിന്റെ അവസാന വാക്ക് എന്നുള്ളതല്ല. അത് മാറ്റങ്ങൾ വരും. അവിടെയാണ് നമ്മുടെ ഒരു ഉദ്യോഗാർത്ഥികൾ ഒത്തുചേർന്ന് പ്രവർത്തിക്കേണ്ടത്. അതിന്റെ ഫലം ഉറപ്പായിട്ടും കാണും. കൂട്ടായ്മകൾ എപ്പോഴും നമുക്ക് ഏതൊരു ലിസ്റ്റ് എടുത്താലും ഒരു കൂട്ടായ്മകൾ സർവീസിൽ കയറാനായിട്ട്, അത് ആ കൂട്ടായ്മകളിലൂടെയാണ് ശരിക്കും പലപ്പോഴും വേക്കൻസികളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്ന കൃത്യമായ പ്രതിഷേധങ്ങളിലൂടെ ആയിരിക്കും. അപ്പം അതിൽ സ്റ്റക്കായി പോകുന്നത് ചിലപ്പോൾ ഈ പ്രിപ്പയർ ചെയ്യുന്ന പല ഉദ്യോഗാർത്ഥികളും ഈ വാർത്തകളിൽ സ്റ്റക്കായി പോകുന്നുണ്ട് അല്ലേ?
നമ്മൾ നമ്മുടെ ലക്ഷ്യങ്ങളിലേക്ക് മാത്രം നോക്കുക. നമ്മൾ അതിനു വേണ്ടി ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. നമ്മൾ എന്നാണോ സർക്കാർ സർവീസിൽ ആ ഒപ്പിടുന്ന ആ ഒരു നിമിഷം അതുവരെയും നമ്മൾ അതിനു വേണ്ടി പ്രയത്നിച്ചുകൊണ്ടേ ഇരിക്കുക എന്നാണ് പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്നത്. എൻ്റെ ഒരു അഭിപ്രായം. അതെ അതെ, അത് വലിയൊരു കാര്യമാണ്. ഞാൻ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്, നിങ്ങൾ ഒപ്പിടുന്ന ആ മൊമെന്റ് വരെ അതെ നിങ്ങൾ മാക്സിമം ട്രൈ ചെയ്യണം. അന്നാണ് ലിസ്റ്റിലുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അതെ ആ സൈൻ ചെയ്യുന്ന പോയിന്റിലാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. പിന്നെ രാവിലെ ഭയങ്കര ഹെക്റ്റിക് ആയോ അമ്മവേഷവും? മക്കളൊക്കെ എത്രയിലെത്തി? കുഞ്ഞുങ്ങള് ഒരാൾ 5ാം ക്ലാസ്സിലും ഒരാൾ 1ാം ക്ലാസ്സിലും ആ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട്. ആ അപ്പൊ ഞാൻ വളരെ ഹാപ്പിയാണ്, ഞാനും എൻ്റെ കുടുംബവും. രാവിലെ ഇവരെ എത്ര മണിക്ക് സ്കൂളിലേക്കുള്ള ഒരു യാത്രയൊക്കെ? സ്കൂൾ ഒരു 8:30-ക്ക് ഇറങ്ങിയാൽ മതിയാവും. തൊട്ടടുത്ത് തന്നെയാണ് സ്കൂള്. ആ അപ്പോൾ വേറെ ബുദ്ധിമുട്ടുകളൊന്നുമില്ല. ആ രാവിലെ ബസ്സിനാണോ എങ്ങനെയാ പോകുന്നത്? ബസ്സിലാണ് പോയി വരുന്നത്. സ്കൂളും അന്തരീക്ഷവും ഒക്കെ എങ്ങനെയുണ്ട്? വളരെ നല്ല അന്തരീക്ഷം. ആ വളരെ എൻ്റെ സഹപ്രവർത്തകരായിക്കോട്ടെ, കുഞ്ഞുങ്ങളായിക്കോട്ടെ, രക്ഷകർത്താക്കളായിക്കോട്ടെ, ആ എല്ലാം നല്ലൊരു നല്ല അനുഭവങ്ങളാണ് ഓരോ ദിവസവും നമുക്ക് നമുക്ക് കിട്ടുന്നത്. ലഭിക്കുന്നത്. ഈ എന്നെ കണ്ടപ്പോൾ പറയായിരുന്നു, സർക്കാർ സംവിധാനത്തിന്റെ ആ ഒരു കുട്ടികൾക്ക് കൊടുക്കുന്ന എഡ്യൂക്കേഷനെ പറ്റി പലപ്പോഴും പൊതുജനങ്ങൾ അറിയുന്നില്ല അതെ അല്ലേ? അതെ അതെ ആ അതെ. ആ അങ്ങനെ ഒരു തെറ്റായ ധാരണ പലർക്കും ഇപ്പോഴും ഉണ്ട്. ആ പ്രൈവറ്റ് സെക്ടറിൽ അല്ലെങ്കിൽ പ്രൈവറ്റ് സ്കൂളുകളിൽ മാത്രമേ കുഞ്ഞുങ്ങളെ നന്നായി ആ ഹാൻഡിൽ ചെയ്യുന്നുള്ളൂ എന്നുള്ളൊരു തെറ്റായ ധാരണ ഇപ്പോഴും നമ്മുടെ സമൂഹത്തിനുണ്ട്. അപ്പം അപ്പം നമ്മുടെ ഒരു സ്കൂളുകൾ അത്രയും വികസിച്ചു കഴിഞ്ഞു, നല്ല അതെ അധ്യാപകരെ കിട്ടുന്നു അതെ അല്ലേ? അതെ. അധ്യാപകരെ അവർക്ക് വേണ്ട എല്ലാ സംവിധാനങ്ങളും, നിങ്ങളുടെ ക്ലാസ് ഫിസിക്കൽ റൂമുകളൊക്കെ സ്മാർട്ട് ക്ലാസ് റൂമുകളാണ്. സ്മാർട്ട് ക്ലാസ് ശരിക്കും റൂമാണ്. അത് അതെ രക്ഷകർത്താക്കൾ നേരിട്ട് വന്ന് കാണുമ്പോഴേ അവർക്ക് അവിടെ എന്ത് കിട്ടുന്നു, എല്ലാ സംവിധാനങ്ങളും കുട്ടിക്ക് എന്തൊക്കെ അവന് ഡെവലപ്പ് ചെയ്യാൻ വേണ്ട എല്ലാ കാര്യങ്ങളും അവിടെ തന്നെ ഉണ്ട്. ഓക്കെ, ഈ ക്ലാസ് അതെ, ലാബുകളൊക്കെ പുതിയ കോൺസെപ്റ്റുകൾ ക്ലാസ് റൂം അറ്റാച്ച്ഡ് ആണ് എല്ലാം. അതായത് ആ സ്മാർട്ട് ക്ലാസ് റൂം ആണ്. കുട്ടിയുടെ വിരൽത്തുമ്പിൽ നമ്മളെല്ലാം എത്തിക്കുന്നുണ്ട്. എത്തിക്കുന്നുണ്ട്. അതെ. അപ്പൊ ഇപ്പൊ ഈ നമ്മുടെ ഗവൺമെന്റിന്റെ അതായത് പാഠ്യപദ്ധതി തന്നെ എവിടുന്നെങ്കിലും ഒന്ന് കടമെടുത്തിട്ടുള്ളതല്ല. നമ്മുടെ കുട്ടി വേൾഡിലെ എവിടെ ചെന്നാലും മികച്ച രീതിയിലുള്ള ഒരു ജീവിത നിലവാരം കാഴ്ചവെക്കുക ആ എന്നുള്ള തരത്തിൽ തന്നെയാണ് നമ്മുടെ കേരള സർക്കാരിന്റെ ഒരു പാഠ്യപദ്ധതി പാഠ്യപദ്ധതി എന്ന് പറയുന്നത്. തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പൊ ഈ 4 വർഷം അതിൽ വർക്ക് ചെയ്ത ഒരാളെന്നുള്ള രീതിയിൽ എന്താണ് തോന്നുന്നത്? ഒരു ഒരു 1ാം ക്ലാസ്സിലേക്ക് കയ്യിൽ എത്തിക്കുന്ന കുട്ടികളെ എത്രമാത്രം മാറ്റം കാണുന്നുണ്ട് 4ലൊക്കെ എത്തുമ്പോഴത്തേക്ക്? അവര് കോൺഫിഡന്റ് ആണ് പല കാര്യങ്ങളിലും. അവരുടേതായ ഓരോ കുട്ടിക്കും അവൻ്റെതായ കഴിവുകളുണ്ട്. ആ അതിനെ വികസിച്ച് അവനൊരു സ്റ്റേജ് ഫിയറോ ഒന്നും തന്നെ ഇല്ല. അവനറിയാം അവൻ എന്താണ് വേണ്ടത് എന്നുള്ളത്. ആ കുട്ടികൾ അവരുടെ താല്പര്യത്തിനനുസരിച്ച് അഭിരുചി ആ എന്താണെന്ന് മേഖലയെ മനസ്സിലാക്കിയിട്ട് മനസ്സിലാക്കി അവന്റെ ടാലന്റ് വളർത്തിയെടുക്കാനുള്ള ടാലന്റ് എല്ലാ വളർത്തി. സാഹചര്യങ്ങളും അപ്പൊ ഈ നമ്മുടെ വീഡിയോസ് കാണുന്ന സ്കൂളുകൾ. മിക്കവരും എക്സാം എഴുതാൻ ആഗ്രഹിക്കുന്നു എന്നൊക്കെ പറയുമ്പോഴും തന്നെ നിങ്ങളുടെ മക്കളെയും ഈ സർക്കാർ സംവിധാനത്തിന്റെ ഭാഗമാക്കിയെങ്കിൽ മാത്രമാണ് നമ്മുടെ സ്കൂളുകളിൽ കുട്ടികൾ ഉണ്ടാവുകയുള്ളൂ അല്ലെ? അതെ അല്ലെ, വേറെ തീർച്ചയായിട്ടും. എവിടുന്ന് നമുക്ക് കുട്ടികളെ കൊണ്ടുവരാനില്ല. നമ്മൾ എല്ലാവരും കൂടെ ഒരുമിച്ച് ശ്രമിച്ചെങ്കിൽ മാത്രമാണ് നമുക്ക് സ്കൂളുകളിലേക്ക് കുട്ടികളെ എത്തിക്കാൻ സാധിക്കുകയുള്ളൂ. പിന്നെ പറഞ്ഞു, ഇപ്പം പല സ്കൂളിലും ഗസ്റ്റായിട്ടും ഒക്കെ പൊയ്ക്കൊണ്ടിരുന്ന ഒരാളാണ്, ഡെയിലി വേജസ് ആയിട്ടൊക്കെ പൊയ്ക്കൊണ്ടിരുന്ന ആളാണ്. അവിടെ നിന്നും ഇപ്പം പെർമനന്റ് സ്റ്റാഫ് ആയപ്പോൾ എന്താ തോന്നിയത്? നമുക്ക് ക്ലാസ് റൂം പ്രവർത്തനങ്ങളിലായാലും മുൻപ് തീരുമാനങ്ങൾ എടുക്കുമ്പോൾ നമ്മൾ എപ്പോഴും പെർമനന്റ് ആയിട്ടുള്ള ഒരു അധ്യാപികയുടെ നിർദ്ദേശങ്ങൾ സ്വീകരിക്കണം. ആ ഇപ്പോൾ നമുക്ക് കുറച്ചുകൂടി ഒരു ഫ്രീഡം ഉണ്ട്. നമ്മുടെ ഡിസിഷൻ ഒക്കെ ആയി ക്ലാസ് റൂം ആക്ടിവിറ്റീസിലൊക്കെ നമ്മുടേതായ മാറ്റങ്ങൾ വരുത്താം. വരുത്തേണ്ടത് അങ്ങനെ കുട്ടികളുടെ ഓരോ കുട്ടിക്കും അനുസരിച്ചുള്ള പ്രവർത്തനങ്ങളിൽ നമ്മുടേതായ മാറ്റങ്ങൾ വരുത്തി കൊണ്ട് വരുത്താനുള്ള ചെയ്യണം. ഇതുണ്ട്. ഓക്കെ, അപ്പം ഈ കടുത്ത ഈശ്വരവിശ്വാസിയാണെന്നറിയാം, കടന്നു വന്ന സാഹചര്യങ്ങളൊക്കെ ഈ കുറച്ച് മോശമായിരുന്ന സാഹചര്യങ്ങളിൽ അതെ നിന്ന് തീർച്ചയായിട്ടും അല്ലെ, തീർച്ചയായിട്ടും. ഹാർഡ് വർക്കും അതിനോടൊപ്പം തന്നെ ഒരു വിശ്വാസവും, ഒരു യൂണിവേഴ്സിലുള്ള ഒരു വിശ്വാസവും ഒക്കെ തന്നെയാണ്. ഇപ്പോഴും അങ്ങനെയൊക്കെ തന്നെയാണോ മുന്നോട്ട്? തീർച്ചയായിട്ടും ആ തീർച്ചയായിട്ടും. കുട്ടികളോട് എന്താ പറയാൻ കൊടുക്കാനുള്ളത്? കുട്ടികളോട് പറയാനുള്ളത് ഒരിക്കലും ഇത് ഈ വരുന്ന പ്രശ്നങ്ങളൊന്നും നിങ്ങളുടെ പഠനത്തെയോ ലക്ഷ്യത്തെയോ ഒരിക്കലും ബാധിക്കരുത്. ഉം. നമ്മുടെ ലക്ഷ്യത്തിൽ എത്തിപ്പെടുന്നത് വരെയും നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യാൻ വില്ലിങ് ആയിരിക്കണം, അത് ചെയ്തുകൊണ്ടേയിരിക്കണം. യെസ്, അതാണ് മെയിൻലി പറയാനുള്ളത്. ഇത് കാണുന്ന എല്ലാവരോടും പറയുന്നു, ഒരു സുപ്രഭാതത്തിലല്ല പ്രിയങ്കയെ പോലൊക്കെയുള്ള ഒരുപാട് കഷ്ടപ്പെട്ട്, പ്രിയങ്കയുടെ വീഡിയോസ് നിങ്ങൾ കാണുക, ഒരുപാട് കഷ്ടപ്പെട്ട ഒരു സാഹചര്യത്തിൽ നിന്നൊക്കെ വരുന്നതാണ്. അപ്പം ഇനിയുള്ളവരൊക്കെ പഠിക്കാൻ ശ്രമിക്കുന്നവർക്ക് തീർച്ചയായിട്ടും പ്രചോദനകരമാക്കിയാണ്. അതുകൊണ്ടാണ് വീണ്ടും സിസിയിലെ ഇടയ്ക്കൊക്കെ വല്ലപ്പോഴും ഒക്കെ നമ്മൾ തിരുവനന്തപുരമൊക്കെ വരുമ്പോൾ നിങ്ങളെയൊക്കെ കാണുന്നത്. അപ്പം നന്ദി, ഇനിയും കാണാം.